ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് മുന്നേ എടുത്ത വീഡിയോ ആണിത്. ഞാനും റിക്കോർഡിനും ഇപ്പോൾ ഉള്ളത് നമ്മളെ കണ്ണൂർ കോട്ടയിലാണ് കേട്ടോ. ഞാനും റിക്കോർഡിനും മാത്രമല്ല, അപ്പുറത്ത് നിൽക്കുന്നത് നമ്മളെ നന്ദുവും ദേവുമാണ്. അവരിവിടെ ചുഴലിയിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ സന്ധ്യച്ചും ഞാനും എന്താ പറയുക, അപ്രതീക്ഷിതമായി പരിചയപ്പെട്ടിട്ട് നല്ല ഫ്രണ്ട്സ്. അത് എൻ്റെ ഒരു ഏച്ചീനെ പോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു ദിവസം പ്ലാൻ ഇട്ട് എന്നാൽ പിന്നെ റിക്കൂട്ടിനെയും അവരെ മക്കളെയൊക്കെ കൊണ്ട് ഒന്ന് കറങ്ങാൻ പോകാമെന്ന്. അങ്ങനെ നമ്മൾ എത്തിപ്പെട്ടത് ആദ്യം തന്നെ കണ്ണൂരാണ് കേട്ടോ, കോട്ടയിലേക്ക്. അപ്പോൾ ആദ്യം നമ്മൾ വിചാരിച്ച് മാട്ടൂൽ പെറ്റ് സ്റ്റേഷൻ അങ്ങോട്ടേക്ക് പോയായിരുന്നു. പിന്നെ അങ്ങോട്ടേക്ക് ബസ് കയറിപ്പോക്ക് പണിയല്ലേ. ഇതാകുമ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് ബസ് കയറുന്നു തളിപ്പറമ്പത്തുനിന്ന്, അവിടെ നിന്ന് പിന്നെ കണ്ണൂർ ബസ്സിന് കയറിയാൽ നേരെ എത്താലോ എന്ന് കരുതി. അപ്പോൾ ഇതാ നല്ല അടിപൊളി വ്യൂ ഒക്കെയുള്ള നമ്മളെ കണ്ണൂർ കോട്ടയാണ് കേട്ടോ ഇത്. സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ 2 മാസം ജോലിക്ക് പോകുന്ന സമയം ഒക്കെ നമ്മളെ റിക്കൂട്ടൻ വീട്ടിലിങ്ങനെ വെറുതെ നിൽക്കുന്നല്ലേ. അപ്പോൾ എനിക്കും തോന്നി അവനെ കൊണ്ടൊന്ന് പുറത്തേക്ക് പോകണമെന്ന്. അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. പിന്നെ എനക്കായാലും ഈ ജോലിക്ക് പോകുന്നത് വരുന്നത് വീട്ടിലെത്തുന്നതല്ലാണ്ട് ഒരു സുഖമില്ല. അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ രാവിലെ നമ്മളൊരു 9:20 ബസ്സിന് അങ്ങനെ ഏതോ സമയത്താണ് ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ കണ്ണൂർ സ്റ്റാൻഡിൽ ഇറങ്ങിയപ്പോൾ തന്നെ റിക്കൂട്ടൻ പറഞ്ഞ ഐസ്ക്രീം വേണമെന്ന്. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം റിക്കൂട്ടൻ പനിയും ജലദോഷമൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവന് ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുത്ത കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും അവിടെ ഇങ്ങനെ കടലൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നല്ല കാറ്റുണ്ടായിരുന്നു, പക്ഷെ അതുപോലെ തന്നെ വെയിലും ഉണ്ടായിന് കേട്ടോ. അപ്പോൾ റിക്കൂട്ടിനാണെങ്കിൽ അവരെ ആരും എടുക്കാനൊന്നും നിൽക്കുന്നുണ്ടായിട്ടില്ല. ഇവരിപ്പോൾ വലുതായതിന് ശേഷം ഇങ്ങനെ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ സന്ധ്യച്ച് ഇങ്ങനെ റിക്കൂട്ടിനത് എന്തൊക്കെയോ പറയുന്നു. അവനാണെങ്കിൽ ഇങ്ങനെ അവിടെയുള്ള ഒരു കൊള്ളിക്കഷ്ണം ഉണ്ടല്ലേ, അതെല്ലാം പൊട്ടിച്ച് അവർക്ക് കൊടുക്കലും അങ്ങനെയൊക്കെയായിരുന്നു സംഭവം. മൂപ്പര് വലിയ കമ്പനി ആയിട്ടൊന്നുമില്ല അവരോട്, പക്ഷേ ഇങ്ങനെ നമ്മളിന്ന് ചിരിക്കുന്ന അങ്ങനെയൊക്കെ ഉണ്ട്. പെട്ടെന്നൊന്നും റിക്കൂട്ടിന് അങ്ങനെ അടുക്കുന്നുണ്ടായിട്ടില്ല കേട്ടോ. അവരൊന്നിച്ച് കളിക്കുന്നൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ സന്ധ്യച്ച് വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, സന്ധ്യച്ചിക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ, KP ഫാമിലി വ്ളോഗ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സന്ധ്യച്ചിൻ്റെ ചാനലിൽ നമ്മൾ പോയതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആ ചാനലും കൂടെ ഒന്ന് കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമ്മളിതാ ഫോട്ടോ ഒക്കെ കുറച്ച് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഇങ്ങനെയൊക്കെയോ എടുത്തു, കുറച്ച് വീഡിയോസ് എടുത്തു. അപ്പോൾ റിക്കോർഡിന് പോകുന്നത് ഒരു കല്ലെടുത്തിട്ട് അത് പുഴയിലെറിയാലോ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞത് പുഴയല്ലടാ, കടലാണ്, അത് എറിയാനാവില്ല, അവിടെ വേലി കെട്ടിയിട്ടുണ്ടല്ലോ. അപ്പം എറിയാന്നും പറഞ്ഞിട്ട് നല്ല ധൈര്യത്തിൽ പോയതായിരുന്നു. പക്ഷെ ആടെ എത്തുമ്പോൾ മൂപ്പർക്ക് മനസ്സിലായി ഇത് മൂപ്പർക്ക് പറ്റിയ പണിയല്ല എന്ന്. അങ്ങനെ പിന്നെ എന്നെ വിളിക്കുന്നതാണ് കേട്ടോ, അമ്മ പൂജ ചെയ്ത് എറിഞ്ഞോ എന്നും പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ പോയി ആ കല്ല് വാങ്ങി അപ്പുറത്തേക്ക് ഇട്ട്, അത്രയേ ഉള്ളൂ. അപ്പം മൂപ്പർക്ക് സമാധാനമായി കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളിതാ നടന്ന് അങ്ങോട്ടേക്ക് ഇങ്ങനെ പോകാൻ നോക്കുവാണ്. ഇത് പിന്നെ ഇടയ്ക്ക് ഇതിൽ സന്ധ്യച്ചെടുത്ത വീഡിയോ, ഞാനെടുത്ത വീഡിയോ, അങ്ങനെ എല്ലാ വീഡിയോയും കൂടി മിക്സ്ഡാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ അവിടെ നിന്നും ഇറങ്ങി, കാരണം നല്ല വെയിലുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം ഒരു ഉച്ച സമയം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് റിക്കോർഡിന് അവിടുത്തെ ഈ ഒരു സൂര്യനും പുഴുവാക്കുന്ന ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഒന്ന് പറിച്ചിട്ട് എനിക്ക് തരും, നമ്മളെ ദേവുവിന് കൊടുക്കും, നന്ദുവിന് കൊടുക്കും, അങ്ങനെയൊക്കെയായിരുന്നു. അങ്ങനെ നമ്മൾ നടന്ന് പോകാന്നേ.
അന്നത്തെ ദിവസം അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ റിക്കുവിൻ്റെ ചുമ്മാ ഇതാ പീരങ്കിൻ്റെ മുകളിലെല്ലാം ഇരുത്തിയിട്ടുണ്ട്. മൂപ്പർക്ക് വലിയ ഇഷ്ടമായിട്ടൊന്നുമില്ല കേട്ടോ. പക്ഷേങ്കിൽ അവിടുത്തെ ഏറ്റവും നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ. ഈ മുകളിൽ നിന്നിട്ട് ഈ കടൽ കാണുന്നത് നല്ല പച്ച കടൽ എന്ന് പറയില്ലേ, പച്ചയോ നീലപ്പച്ച കളറല്ലേ കടൽ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പക്ഷേ നമുക്ക് കുറേ സമയം അവിടെ നിൽക്കാൻ പറ്റിയില്ല, കാരണം നല്ല വെയിലായിരുന്നു കേട്ടോ. കുറച്ച് സമയം ഇങ്ങനെ കടലൊക്കെ നോക്കിയെന്ന് പെട്ടെന്ന് നമ്മൾ താഴേക്ക് ഇറങ്ങി. അപ്പം ഞാനിപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചത്, ഇതിലിപ്പോൾ ഞാൻ എന്നെ കാണുന്നുണ്ടോ എല്ലാവരെയും കാണുന്നുണ്ടോ എന്ന് ഇങ്ങനെ സൂക്ഷ്മമായി ക്യാമറയിലേക്ക് നോക്കുന്നതാണ്. കാരണം സത്യം പറഞ്ഞാൽ അവിടെ നിൽക്കുന്ന സമയത്ത് ഫോണിലുള്ളതൊന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അവിടുന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോകാൻ പ്ലാൻ ഇട്ടത് നമ്മളെ പയ്യാമ്പലം ബീച്ചിലേക്കാണ്. അപ്പോൾ അവിടെയാകുമ്പോൾ പിള്ളേർക്ക് കളിക്കാനെല്ലാം കുറച്ചുകൂടി സൗകര്യമാണല്ലോ, മക്കൾക്ക് ഇഷ്ടമാവുകയും ചെയ്യും, പാർക്കുകളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ നമ്മൾ നേരെ പോയി. അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ച് നമ്മൾ ഓട്ടോക്കാരനെ വിളിച്ച്, നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ അവിടെ ഓട്ടോ ഉണ്ടായിരുന്നേ. അങ്ങനെ അവരോട് പറഞ്ഞ് ബീച്ചിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഹോട്ടലിൽ നിർത്തിക്കോ, അവിടെ നിന്ന് നമ്മൾ പോയിക്കോളാന്ന്. അങ്ങനെ ബീച്ചിൻ്റെ അടുത്തുള്ളൊരു ഹോട്ടലിലേക്കാണ് പിന്നെ നമ്മൾ പോയത്. ഹോട്ടലിൻ്റെ പേരൊന്നും ഓർമ്മയില്ല കേട്ടോ, ഗസൽ അങ്ങനെ എന്തോ ആണെന്ന് തോന്നും. അങ്ങനെ നേരെ അങ്ങോട്ടേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്.
റെക്കോർഡിലെത്തി. റിക്കൂട്ടനാണെങ്കിൽ ഇങ്ങനെ ആ ടേബിളിൽ ഇങ്ങനെ കുറേ സ്പൂണും അതൊക്കെ വെച്ചൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് ഓരോന്ന് ടിഷ്യൂ എടുക്കും. ഓരോ ടിഷ്യൂ എടുത്ത് നമുക്ക് ഓരോരുത്തർക്ക് തരും. എല്ലാവർക്കും എത്തിയോന്ന് നോക്കും. പിന്നെ അതിൻ്റെ സ്പൂൺ എടുത്തിട്ട് അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫ്രൈഡ് റൈസും പിന്നെ ചിക്കൻ ബിരിയാണിയും പിന്നെ ഷാപ്പിലെ ബീഫ് ഫ്രൈ, അങ്ങനെ അത് മൂന്നായിരുന്നു കേട്ടോ. അപ്പോൾ ബിരിയാണിയും ഫ്രൈഡ് റൈസ് രസമുണ്ടായിരുന്നു. പിന്നെ ബിരിയാണി ഒരു ഓക്കെ ബിരിയാണി ആയിരുന്നു. പിന്നെ ഇതിൽ അച്ചാറൊക്കെ കണ്ട ഇത്തിരി തൊട്ട് നിൽക്കാൻ പാകത്തിന് അത്രയേ തരുന്നുണ്ടായിട്ടില്ല കേട്ടോ അവർ. പിന്നെ ഷാപ്പിലെ ഫ്രൈ മോശമില്ല, അങ്ങനെ ഭയങ്കര ടേസ്റ്റൊന്നും പറയാനില്ല കേട്ടോ. അങ്ങനെ അതൊക്കെയാണ് നമ്മൾ കഴിച്ചത്. പിന്നെ നമ്മൾ നേരെ അതിനടുത്ത് തന്നെ, അതായത് ബീച്ചിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ഒരു പാർക്കിലേക്കാണ് പോയത്. അവിടുന്ന് മക്കളൊക്കെ ഇരുന്നിങ്ങനെ കളിച്ചു. റിക്കോർഡിനാണെങ്കിൽ അവരൊന്നിച്ചിട്ട് ഇവൻ ഈ ഊരുന്നതിൽ ഇങ്ങനെ മീൻസ് നിരങ്ങുന്നത് മേലെ നിന്ന് താഴേക്ക് നിരങ്ങുന്ന സംഭവത്തിൽ ഒരിക്കൽ അവൻ ഇരുന്ന് പിന്നെ അവൻ എന്തോ വേണ്ടാന്ന് തോന്നി കേട്ടോ. അങ്ങനെ പിന്നെ എല്ലാവരും കളിക്കുന്നത് ഇങ്ങനെ നോക്കി നിൽക്കുകയും ക്ലാപ്പ് ചെയ്യൽ, അതൊക്കെയാണ് റിക്കോർഡിൻ്റെ പരിപാടി. പിന്നെന്താ അപ്പോൾ അവിടുന്ന് നല്ല രസമായിരുന്നു. ഇവിടെയൊക്കെ ആരാൻ ടിക്കറ്റിൻ്റെ ഒന്നും ആവശ്യം, ടിക്കറ്റ് എനക്കും ഏച്ചിക്കും സന്ധ്യേച്ചിക്കും വേണ്ടി വന്നിനെന്ന് തോന്നും. പിള്ളേർക്കൊന്നും വേണ്ടി വന്നിട്ടില്ല. എത്രയോ വയസ്സിന് മുകളിലാണെന്ന് തോന്നും വേണ്ടത്. അങ്ങനെ അത്യാവശ്യം കുറച്ചൊരു വലിയ പാർക്ക് തന്നെയായിരുന്നു അത്. പിന്നെ കുട്ടികളൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങുന്ന സമയമായിട്ടേ ഉണ്ടായിട്ട്. ഇപ്പോൾ റിക്കോർഡിന് ഇങ്ങനെ വലിയൊരു സ്പേസ് കിട്ടിയപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് കളിക്കുന്നതെന്നല്ലാണ്ട് വേറെ ഒരു എന്തെങ്കിലും കയറി കളിക്കൽ അങ്ങനെയൊന്നുമില്ല. പിന്നെ കളിക്കുന്ന കുട്ടികളെ നോക്കി നിൽക്കൽ അങ്ങനെ എന്തൊക്കെയായിരുന്നു റിക്കോർഡിൻ്റെ പരിപാടി കേട്ടോ. സത്യം പറഞ്ഞാൽ റിക്കോർഡ് നല്ല എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഞാനും സന്ധ്യേച്ചി ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് ഇവർ കളിക്കുന്നത് നോക്കി ഇങ്ങനെ നിന്ന് കേട്ടോ. പിന്നെ അവിടുന്ന് നമ്മൾ നേരെ പോയത് പയ്യാമ്പലം ബീച്ചിലേക്കാണ്. അപ്പോൾ റിക്കോർഡിന് അങ്ങനെ വെള്ളത്തിലേക്കൊന്നും അധികം ആക്കിയില്ല. പക്ഷെ അവനിങ്ങനെ പൂഴി വാരിയിട്ട് കടലിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കും. സംഭവം ഓനും വെള്ളത്തിന് പേടിയാണ്. പിന്നെ ഞാനും റിക്കോർഡും കൂടി അങ്ങോട്ടേക്ക് ഇറങ്ങി. അങ്ങനെ നല്ല രസമായിരുന്നു കേട്ടോ. നിന്നുണ്ടെങ്കിൽ തന്നെ ശരിക്കും നമ്മളിങ്ങനെയൊന്നും ആയിരിക്കില്ല. ഇങ്ങനെ നിൽക്കുന്നതും കൊണ്ട് വേണേൽ ദിവസം വേണമെങ്കിൽ പോയിട്ടുണ്ടാവും എവിടെയെങ്കിലുമൊക്കെ ആയിട്ട്. അപ്പോൾ അത് ചിന്തിക്കുമ്പോൾ എനിക്ക് കൂടുതൽ വിഷമവും റിക്കോർഡിന് എവിടെയെങ്കിലും കൂട്ടിയിട്ട് ഇങ്ങനെ പോകണം എന്നുള്ള ചിന്തയും വന്നത്. ആ ഒരു കിലാണ് ഇങ്ങനെ പോയത് കേട്ടോ. അപ്പോൾ അവൻ്റെ ഹാപ്പിനെസ് തന്നെയാണ് ഇപ്പം എനിക്ക് ഏറ്റവും വലുത്. അങ്ങനെയാണ് നമ്മൾ ഇറങ്ങിയത്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ഉപ്പിലിട്ടതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ റിക്കോർഡിന് ഐസ്ക്രീം വേണം എന്നിട്ട് അവൻ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു. പിന്നെ നമ്മളെന്താ കോളിഫ്ലവറൊക്കെ കഴിച്ചു. അങ്ങനെ പിന്നെ ബസ് കയറി വൈകുന്നേരമാണ് കേട്ടോ വീട്ടിലെത്തിയത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ.